ശ്രീ ടി പി ജയേന്ദ്രൻ, ഒരു മുന്നറിയിപ്പ് അത് ഭീഷണിയായി കരുതുന്നെങ്കിൽ കരുതിക്കോളൂ എന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ കാളയുമായിട്ടൊക്കെ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധം അത് തിരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്കും ഉടനെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നു സ്മൃതി. നോക്കൂ, ഒരു നടിയും മോഡലും സാക്ഷാൽ കോൺഗ്രസ് എന്ന വെടിപ്പുരയ്ക്കാണ് തീയിട്ടത്. പിന്നീട് തുടർ ഭൂകമ്പങ്ങളായിരുന്നു. ഒരു രാഷ്ട്രീയ ആരോപണമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ എതിർ രാഷ്ട്രീയക്കാരൻ ഉന്നയിച്ച ആരോപണമല്ല. സ്വന്തം പാർട്ടിയിലെ MLA മാർ ഉഷ തോമസ്, ഉമാ തോമസ്, KK രമ, യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാർ, അവരാണ് സമൂഹ മധ്യത്തിൽ വന്ന് പറയുന്നത് ആ വെടിപ്പുരയുടെ തുടർ പ്രകമ്പനങ്ങൾ സതീശനെയും കോൺഗ്രസിനെയും ഉലച്ചു എന്ന കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ പോലും സാക്ഷിയല്ലേ. MLA-ക്ക് സ്വന്തം മണ്ഡലത്തിൽ കയറാനാവുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആളനക്കമില്ല. എന്തുകൊണ്ടാണിത്? കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വെടിപ്പുരയ്ക്ക് തീയിട്ടു, അതിൻ്റെ തുടർ പ്രകമ്പനങ്ങൾ വെള്ളമൊഴിച്ച് ചിലർ കെടുത്താൻ ശ്രമിച്ചു. ഒരു പ്രകമ്പനം ഉണ്ടായാൽ നമുക്കറിയാം, അവിടെ നിന്നും ചില വെള്ളമൊഴിച്ചാലും ചില പൊട്ടാസൊക്കെ പൊട്ടും. അങ്ങനെയുള്ളൊരു പൊട്ടാസാണല്ലോ ഇത്. ഞാൻ ചോദിക്കട്ടെ ഈ കാര്യത്തിൽ നിങ്ങളോട്, ഇദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ, വക്കീലാണല്ലോ നമ്മുടെ മുമ്പ് ഇന്ന് സംസാരിച്ചത്. അല്ല സർ, ഒരാളെ കയ്യിൽ ഒരു തെറ്റ്, ഒരു ക്രൈമിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ ബന്ധപ്പെട്ടവരെ അറിയിച്ച് കുറ്റവാളിക്ക് തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുക്കുന്നത് ആ പദവിയോട് അദ്ദേഹം കാണിക്കുന്ന അനാദരവല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നനഞ്ഞ പടക്കമാണിതെന്ന് ഞങ്ങൾ ആരോപിക്കുന്നത് അതുകൊണ്ടല്ലേ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ പറയുന്നത് പൊട്ടിക്കണം സ്വാമി, വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നി ഇന്നസെന്റിനോട് പറഞ്ഞ മാതിരിയിൽ ഏറ്റവും വേഗം കൊണ്ടുവന്ന് പൊട്ടിക്കട്ടെ, ഇത് തേങ്ങ ഉടയ്ക്കട്ടെ. എന്താ പ്രതിപക്ഷ നേതാവിന് ഒരു വൈമനസ്യമുള്ളത്? മറിച്ച് സ്മൃതി, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചെറുപ്പക്കാരന് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ തോന്നിപ്പോയ ഒരു അബദ്ധമായിട്ട് കേരളത്തിൽ ഇത്തരം സംഭവങ്ങളെ നമുക്ക് മറക്കാവുന്നതാണ്, പൊറുക്കാവുന്നതാണ്. പക്ഷെ ഉണ്ടായത് അതാണോ? ആദ്യത്തിന് ശേഷം ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ചാറ്റുകളും വോയിസ് മെസ്സേജുകളും പുറത്തു വരുന്നു. അതോ തെറ്റ്? പറ്റിപ്പോയി, എനിക്കൊരബദ്ധം പറ്റി, ക്ഷമിക്കണം, നമുക്കൊരു പരിഹാരം കാണണം എന്നാണോ പറയുന്നത്? കൊല്ലാൻ പോലും മടിക്കില്ല. ആരോട് പരാതി പറഞ്ഞാലും ഞാൻ, ഇത് രണ്ടാമത്തെ തെറ്റല്ലേ? 3, അഥവാ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും. പിന്നീടാണ് കേൾക്കുന്നത് ഇതൊരു സ്ഥിരം ശീലമായിരുന്നു. ഇപ്പൊ പറയുന്നത് സതീശന്റെ പുതിയൊരു ഒരു നറേഷനാണ്. ഞാൻ ചോദിക്കട്ടെ, സതീശൻ പറയുന്നതിനിടയിൽ ഒരു വാക്കയാൾ അതിയാതെ പറഞ്ഞു പോയല്ലോ. എന്താ? ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ നടപടി എടുത്തത്. എന്തിനാണ് VD സതീശന് ഹൃദയവേദന? ആ പെൺകുട്ടികളുടെ, സ്വന്തം MP-യുടെ മകളുടെ, പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരുടെ, ഈ പെൺകുട്ടികളൊക്കെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലേ? എന്താണ് VD സതീശന് ഹൃദയഭേദകമായി പോകുന്നത് ഇത്? അപ്പോൾ ഒരു കാര്യം ശക്തമാണ്, സ്ത്രീപക്ഷ നിലപാടല്ല, കേരളത്തിലെ നീതിന്യായ സംവിധാനത്തോടുള്ള സുരക്ഷാ നടപടിയല്ല. അദ്ദേഹം ആരെയോ ഭയക്കുന്നു. എന്താണ് ഭയപ്പാട് എന്ന് വരികൾക്കിടയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്മൃതിയോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി ഇത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ എന്താ? ഈ നനഞ്ഞ ബോംബിന്റെ പുറകെ പോകുന്നത്. രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ലീഗിന്റെ പ്രതിനിധി ഉണ്ടല്ലോ ഈ യോഗത്തില്, വളരെ കൃത്യമാണ് സ്മൃതി. ഈ പ്രകമ്പനം യൂത്ത് കോൺഗ്രസിനകത്തുള്ള തമ്മിൽ ഒറ്റ പോയിന്റ് സ്മൃതി, ഒരു പോയിന്റ് മാത്രം. ഭൂകമ്പം ഉണ്ടായത് കോൺഗ്രസിനകത്ത് മാത്രമല്ല, UDF-നകത്തുണ്ടായിരിക്കുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ കേന്ദ്ര ഓഫീസിൽ ചേർന്ന ആദ്യ യോഗത്തിൽ കേരളത്തിലെ കൊള്ളരുതാത്ത നേതാക്കന്മാരെ മാറ്റി മറ്റൊരു വലിയ നേതാവിന് സമ്മാനവും പുരസ്കാരവും കൊടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് ലീഗിന്റെ നടപടി സ്വീകരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. UDF-നകത്ത് അസ്വാരസ്യമുണ്ടായി. ലീഗ് നിലവിലുള്ള നേതൃത്വത്തിനെതിരാണ്. KC-യോട് വരാൻ പറഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം കൊള്ളരുതാത്തവനാണ്, ഈ നേതൃത്വം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രകമ്പനത്തെ താങ്ങാൻ UDF-ന് കഴിയുമോ? അതിജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തുടർ പ്രകമ്പനം, കേവല രാഷ്ട്രീയ ആരോപണങ്ങളല്ല, സാംസ്കാരിക സ്ത്രീപക്ഷ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി ഗത്യന്തരമില്ലാതെ ഒരു യുവ നേതാവിന്റെ ജൽപ്പനങ്ങൾ. അവിടെയാണ് നേരത്തെ മുഹമ്മദ് ഷാ ചോദിച്ചത്, നിങ്ങൾക്ക് ഈ തരത്തിൽ സ്ത്രീപക്ഷ നിലപാട്, ഈ ലൈംഗികാരോപണ കേസുകളിൽ സ്ത്രീപക്ഷ നിലപാട് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്ന്. അതിന് സ്മൃതി നമ്മുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ പെൺകുട്ടികൾ അതിനുശേഷം വന്നും
അദ്ദേഹത്തോട് പുലർത്തിയതും വിവാഹത്തിന് അദ്ദേഹത്തോട് അപേക്ഷിച്ചതും ഒക്കെ നമ്മൾ കണ്ടോ. അത് രാഷ്ട്രീയ ആരോപണമായി എല്ലാവരും ഏറ്റെടുത്തിരുന്നു. ഇത് രാഷ്ട്രീയ ആരോപണമാണോ അങ്ങനെ ഉണ്ടായത്? സ്വന്തം പാർട്ടിക്കകത്ത് ഉമാ തോമസ്, KK രമ, അല്ല, ബ്രിജ്ഭൂഷണെതിരെ വന്നത് രാഷ്ട്രീയ ആരോപണമാണോ? സാർ പറയുന്ന മാതിരി അത്ര നിശബ്ദം അല്ല. അത് പിന്നീട് വലിയ തീക്കത്തിച്ചത് രാഷ്ട്രീയക്കാരായിരുന്നില്ല. സ്മൃതി, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചവര് പിന്നീട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. ഒരു മര്യാദയാണ്. വിനേഷ് ഫോഗാട്ടും സാക്ഷി മാലിക്കും നിങ്ങൾ പറഞ്ഞു എനിക്ക് നമ്മൾ രാജ്യം മുഴുവൻ കണ്ടതാണല്ലോ അവർ മെഡലുകളടക്കം വലിച്ചെറിഞ്ഞ പ്രതിഷേധിച്ചത് കണ്ടതല്ലേ? അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതാണ്, അവർ വോട്ട് ചെയ്തതാണ്. സ്മൃതി, അതൊരു രാഷ്ട്രീയ നാടകം. എന്നിട്ട് മത്സരിക്കാൻ പോയവരോടെ എത്തി അവിടുത്തെ ജനങ്ങൾ ആരൊപ്പം നിന്നു? ഇതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ പാലക്കാട്ട് എം എൽ എക്ക് സ്വന്തം ഓഫീസ് കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതും മറ്റിടത്തെ ജനങ്ങൾ ഇത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് അതിനൊപ്പം നിൽക്കുന്നതും? ആരോപണം ഉന്നയിച്ച ഒരാളെ ഇവിടുത്തെ BJP നേതാവിന്റെ പിന്തുണയോടുകൂടിയുള്ള കള്ള ആരോപണം എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ അവർക്കിടയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നു. അവന്തികയുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ശിവനാണ് അതിന് പിന്നിലെന്ന്. അങ്ങനെയാണെങ്കിൽ അവന്തികയുടെ പേരിൽ നടപടിയെടുക്കണം. അല്ല സ്മൃതി, ഒരു കാര്യം ചെയ്യ്, കക്ഷി ചേരുന്നുള്ളൂ, അവന്തികയെ കൊണ്ടുവന്ന് ഒരു മൊഴി കൊടുപ്പിക്കുക. BJP നേതാവ് എന്റെ ചോദ്യങ്ങൾ ഞാൻ കക്ഷി ചേരാനല്ല ചോദിക്കുന്നത് ശ്രീ TP ജയചന്ദ്രൻ. അങ്ങേക്ക് അങ്ങനെ പൊള്ളേണ്ട കാര്യമില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. പിന്നെ എന്താണ്? ഇല്ല, എനിക്ക് പൊള്ളിയില്ല. നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിന് കൂടി മറുപടി പറഞ്ഞു പോകണ്ടേ? ഇന്ന് വാർത്താ സമ്മേളനമായിരുന്നു ശ്രീ TP ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു സ്മൃതി, ഞാൻ ഉത്തരവാണ് പറഞ്ഞത്. അവന്തികയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസ് ഞങ്ങളുടേതല്ലല്ലോ. അഭിപ്രായമുള്ളവരെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യും, അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഈ ചാനലിൽ നല്ലൊരു വൈപ്പ് കൊടുക്കുക. ഇതിനൊരു പൊതു താല്പര്യ ഹർജിയും കൂടെ വരട്ടെ. അതല്ലേ അതിനൊക്കെയുള്ള നടപടികൾ എന്ന് പറയുന്നത്. അതല്ലാതെ പൊയ്മുഖം വെച്ചിട്ട് ഒരു ഉണ്ടയില്ലാത്ത വെടി വെച്ച് നമ്മൾ ഇങ്ങനെ പാറ്റി വെടിവെക്കണോ? അവര് വരട്ടെ. അറിയില്ല, അതൊരു കേസായി അവിടെ നിൽക്കുന്നു. അടുത്തത് നിങ്ങളുടെ കോർ കമ്മിറ്റിയിലെ ഏതോ ഒരു അംഗത്തിനെതിരെ എന്തോ ഒരു ആയുധമുണ്ട് എന്നിപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ പോയ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ല, സന്ദീപ് വാര്യർക്ക് ഞാൻ മറുപടി എന്താ പറയുക, അദ്ദേഹം എന്തിനാ പോയത്, എങ്ങനെയാ പോയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചർച്ചയുടെ തലം മാറും. അദ്ദേഹം സാക്ഷിയാവട്ടെന്നേ, അദ്ദേഹം തന്നെ ഇവരെ കൊണ്ടുവന്ന് പരാതി കൊടുപ്പിക്കട്ടെ. ആര് ഞെട്ടുന്ന കഥയാണ് ഈ നമ്മുടെ സതീശനും കൂട്ടരും പറയുന്നത്? അദ്ദേഹം ഞെട്ടി വറച്ച് കിടക്കുകയാണ് സ്മൃതി. ശരി, അദ്ദേഹത്തിന് ഇന്ന് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യ. ഇപ്പൊ ഇതാ കേസിയെ കൊണ്ടുവരണമെന്ന് ലീഗ് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പതനം പൂർത്തിയായി. ആരാണ് മാങ്കൂട്ടത്തിന്റെ പുറകിലുള്ളത് എന്ന് കേരളത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മരണ വെപ്രാളം ഇത് എത്ര നാൾ ഉണ്ടാവും കേരളത്തിൽ? ഇതൊക്കെ കേരളം സാക്ഷിയാവും, നമുക്ക് കാണാം. ഞങ്ങൾ പറയുന്നു, സതീശൻ ഏറ്റവും വേഗം അത് പൊട്ടിക്കട്ടെ, BJP തകർക്കട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.